ബിഗ് ബോസ് സീസൺ 6 അവസാനിക്കാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഏകദേശം 30 ദിവസങ്ങൾ പോലും ഇനി ബാക്കിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആരായിരിക്കും ബിഗ് ബോസ് സീസൺ 6 വിന്നർ എന്നുള്ളതാണ്. ഒരുവിധം പേരൊക്കെ പറയുന്നത് അത് മറ്റാരുമല്ല ജിൻഡോ തന്നെയാണ് എന്നാണ്. ജിൻഡോയ്ക്ക് എങ്ങനെ നോക്കിയാലും ഏത് പോളെടുത്ത് നോക്കിയാലും ഒരു 50 to 60% വോട്ടിംഗ് പെർസെൻറ്റേജ് വരുന്നുണ്ട്. മറ്റു മത്സരാർത്ഥികൾ ആരും തന്നെ അതിന്റെ 7 അയലത്ത് എത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജിൻഡോ തന്നെയായിരിക്കും ബിഗ് ബോസ് സീസൺ 6 വിന്നർ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാം പൊസിഷൻ ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ് പിന്നെ വരുന്നത്. രണ്ടാം പൊസിഷന് വേണ്ടി നിലവിൽ അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിനാണ്. പക്ഷേ ജാസ്മിനെ പിന്തള്ളിക്കൊണ്ട് അഭിഷേക് മുന്നേറുന്നുമുണ്ട്. പക്ഷേ തൊട്ട് പിന്നാലെ ഉണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ശരിക്കും അർജുനായിരുന്നു. അവിടെ മുന്നിൽ നിന്നിരുന്നത് ജിൻഡോ, ജാസ്മിൻ, പിന്നെ നിന്നിരുന്നത് അർജുൻ, പിന്നെ നിന്നിരുന്നത് അങ്ങനെയുള്ള ലെവലിൽ പോയിരുന്നതാണ് ഇപ്പോൾ അർജുനെയും ഒക്കെ കവർ ചെയ്തുകൊണ്ട് അഭിഷേക് മുന്നിലെത്തിയിരിക്കുന്നത്. അഭിഷേകിനെ ആ ഒരു ഫാമിലി റൗണ്ട് കഴിഞ്ഞ സമയത്ത് പിന്നീട് അങ്ങോട്ടുണ്ടായത് ഒരു വമ്പൻ കയറ്റാണ് വോട്ടിങ്ങിൽ. അവിടെ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് അവിടെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സിമ്പതി ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു മത്സരാർത്ഥി ആയിരുന്നില്ലേ അർജുൻ എന്ന് തോന്നിപ്പോയി. നിങ്ങൾ എത്ര പേർ ലൈവ് 24/7 കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ആ 24/7 കാണുന്ന സമയത്ത് അർജുൻ ചെയ്യുന്ന കാര്യങ്ങൾ, അർജുൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അർജുൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും നോക്കിയിട്ടുള്ള ഒരു കാര്യം, അർജുന് PR അങ്ങനെ ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ കുറവായിരിക്കാം. അതല്ല, ഫാൻസ് അങ്ങനെ കൂടുതലായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. ഒരു പക്ഷെ PR ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തേനെ എന്ന് തോന്നി. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കാർക്കും സിമ്പതി വോട്ടുകൾ വേണ്ട എന്ന് തോന്നിയിട്ടായിരിക്കാം അവിടെ ക്രിയേറ്റ് ചെയ്യാത്തത്. ഒരിക്കലും അർജുൻ ആ സിമ്പതി വോട്ടിന് വേണ്ടി അവിടെ ഒന്നും ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല. നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ എന്നറിയില്ല, അർജുൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് രാത്രിയോ ഭക്ഷണം കഴിക്കുമ്പോൾ അർജുനെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അർജുൻ്റെ കൈ, വലത്തെ കൈ അർജുനെ ഉപയോഗിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് അർജുൻ ഫുഡ് കഴിക്കുന്നത്. അർജുൻ്റെ വിരലുകൾ സത്യം പറഞ്ഞ ഒരു സ്പൂണോണ്ട് കോരി കഴിക്കുന്ന ഒരു രീതിയിലാണ് അർജുൻ ഫുഡ് കഴിക്കുന്നത്. ലൈവ് കണ്ടു കഴിഞ്ഞാൽ അർജുനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചവരുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത്. അതുപോലെ തന്നെ തലമുടിയൊക്കെ നമ്മൾ കൈകൊണ്ട് ഒതുക്കില്ലേ, അതൊക്കെ നോക്കുമ്പോൾ വലത്തെ കൈകൊണ്ട് അർജുൻ തലമുടി ഒതുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് കൈ ശ്രദ്ധിച്ചാൽ മതി. അർജുൻ വെറുതെ വിരൽ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് തലയിലേക്ക് ഇങ്ങനെ കൈയാക്കുക. സാധാരണ ആമ്പിള്ളേർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നോർമൽ മനുഷ്യർ ചെയ്യുന്ന പോലെ വിരലുകൾ മടക്കി തലമുടി നന്നായിട്ടൊന്ന് ഒതുക്കാനായിട്ട് അർജുനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അർജുൻ്റെ ആ കൈയിൻ്റെ പ്രോബ്ലമാണ് അതിന് റീസൺ ആയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്മയും ചേച്ചിയും വന്ന എപ്പിസോഡിന്റെ ലൈവ് കണ്ടവർക്ക് സത്യം മനസ്സിലാവും. ചേച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അർജുൻ്റെ അടുത്ത്, അവിടെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് അർജുൻ. അവിടെ ചേച്ചി വന്നിട്ട് അർജുൻ്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നീ നന്നായിട്ട് ക്ലിയർ ആയിട്ട് സംസാരിക്കേ, വാക്കുകൾക്ക് ക്ലാരിറ്റി കുറവുണ്ട്, സംസാരിക്കുമ്പോൾ നീ ഒന്ന് മാക്സിമം ക്ലാരിറ്റിയിൽ സംസാരിക്കാൻ നോക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു ചേച്ചി. ആ സമയത്ത് അർജുൻ പറഞ്ഞ മറുപടി, എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണ്, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് അവിടെ അർജുൻ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അപ്പോഴാണ് ചേച്ചി ചോദിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ പറയുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, പിന്നെ എനിക്ക് പേനയൊന്നും പിടിക്കാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല, അമ്മയ്ക്കുള്ള ലെറ്റർ എല്ലാം എഴുതി തന്നത് ശ്രീതു ആണ് എന്നവിടെ പറയുന്നുണ്ട്. അത്രയും ബുദ്ധിമുട്ടുകൾ അവിടെ സഹിക്കുന്നുണ്ട് അർജുൻ എന്ന് സാരം. അവിടെ ഒരുപാട് ബുദ്ധിമുട്ട്, ഫിസിക്കലി അത്രയും വീക്ക് ആവുന്നുണ്ട് പലപ്പോഴും അർജുൻ അവിടെ. പക്ഷെ അത് ഒരൊറ്റ മത്സരാർത്ഥികളുടെ അടുത്തും പറയുന്നില്ല, ആരോടും അത് കാണിക്കുന്നില്ല, പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് സിമ്പതി വോട്ട് എനിക്ക് വേണ്ട എന്നുള്ള തോന്നൽ തന്നെയാണ് അർജുൻ അങ്ങനെ ചെയ്യാത്തതിന് കാരണമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ മറ്റൊരു ദിവസം ഞാൻ കണ്ടൊരു കാര്യമാണ്, അവിടെ കൈകൊണ്ടുണ്ടാക്കിയ നല്ല കട്ടിയുള്ള ഒരു ചപ്പാത്തി കൊടുക്കുന്നൊരു ദിവസം അവിടെ അതിങ്ങനെ പിച്ചി അവിടെ ഇട്ട് കൊടുക്കുന്നത് ശ്രീതുവാണ് അർജുനെ. എന്നിട്ടാണ് അവിടെ കൊടുത്ത് പ്ലേറ്റിൽ കറിയൊക്കെ ഒഴിച്ച് കൊണ്ടുവച്ച് കൊടുക്കുന്നത് ശ്രീതുവാണ്. അപ്പോൾ ആ ചപ്പാത്തി മുഴുവനായിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, പക്ഷേ എത്ര എണ്ണം വേണം എന്ന് അർജുൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ചോദിച്ചിട്ട് ആ എണ്ണം എടുത്തുകൊണ്ട് പിച്ചി കഷ്ണങ്ങളാക്കിയിട്ടാണ് അർജുനെ കൊണ്ടുവച്ച് കൊടുക്കുന്നത്. അർജുന് അതിനും ബുദ്ധിമുട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ എത്ര പേർ ലൈവ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ശ്രദ്ധിച്ചവർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. ലൈവിൽ ഞാൻ കണ്ട പല കാര്യങ്ങളാണ് അർജുൻ എന്നുള്ള വ്യക്തിയെക്കുറിച്ചുള്ളത്.
ഇതൊക്കെ വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അർജുന്റെ ഫാമിലിക്കോ അല്ലെങ്കിൽ പി ആറുകൾക്കോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും സിമ്പതി വോട്ട് അവിടെ അർജുന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അവർ ആരും അത് ചെയ്തതും കണ്ടില്ല, അർജുനും ചെയ്യുന്നില്ല. അവിടെ പരസ്യമായിട്ട് അത് പറയാനോ ഒന്നിനും അർജുനും മുതിരുന്നില്ല. പലപ്പോഴും അർജുൻ്റെ ബുദ്ധിമുട്ടുകൾ അർജുൻ രഹസ്യമാക്കി വെക്കുകയാണ് എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ആ റാങ്കിങ് ടാസ്കിൽ അർജുൻ അതിങ്ങനെ ഒരു ഡയലോഗായിട്ട് പറയാനായിട്ട് മുതിരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ എനിക്ക് എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും ഞാൻ മറച്ചു, പക്ഷേ എന്നിട്ട് അർജുൻ അത് വിഴുങ്ങുന്നുണ്ടായിരുന്നു, അത് വേണ്ട എന്ന് തോന്നിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരിക്കൽ പോലും എൻ്റെ അസുഖം വെച്ചിട്ട് എനിക്ക് വോട്ട് വേണ്ട, എൻ്റെ സിമ്പതി വെച്ചിട്ട് എനിക്ക് വോട്ട് വേണ്ട, അതിന് താല്പര്യമില്ല, എൻ്റെ ക്യാരക്ടർ കണ്ടിട്ട് വോട്ട് മതി എന്നൊരു തോന്നൽ അർജുനുണ്ട് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഫാമിലി വീക്ക് വന്ന സമയത്ത് വേണമെങ്കിൽ അമ്മയ്ക്ക് അവിടെ സിമ്പതി വോട്ടിന് വേണ്ടിയിട്ട് അവിടെ സ്റ്റോറി പറയാമായിരുന്നു. അർജുന് വയ്യാത്തതിൻ്റെയും തളർന്നു കിടന്നതിൻ്റെയും ഒക്കെ സ്റ്റോറി പറയാമായിരുന്നു. പക്ഷെ ആ അമ്മയും അതിന് ശ്രമിക്കുന്നത് കണ്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ അർജുനോടും ഫാമിലിയോടും എനിക്ക് വളരെയധികം ബഹുമാനം തോന്നിയൊരു നിമിഷമായിരുന്നു അത്. ഇപ്പോഴും ടോപ്പ് 5-ൽ ഇടം നേടാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിട്ടാണ് അർജുൻ അവിടെ നിലനിൽക്കുന്നത്. പക്ഷേ ശ്രീതു കോംബോ ആയിട്ട് വരുന്ന സമയത്ത് വോട്ട് സ്പ്ലിറ്റിംഗ് നടന്നാൽ ഒരു പക്ഷേ ശ്രീതുവും അർജുനും പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്.